നന്ദിനി ഏട്ടനായിരുന്നു എന്താ? നന്ദിനി ഇന്ന് 10 മണിക്കാണെങ്കിൽ ഡിസ്ചാർജ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് തന്നെ പോവാണോ? 10 മണിക്ക് ഡിസ്ചാർജ്. മോളെന്തി ഉറങ്ങുവാണോ? അവള് നല്ല ഉറക്കവാ. നന്ദിനി എന്തോ കഴിക്കാൻ വാങ്ങിക്കണ്ടേ? എനിക്ക് ഇഡ്ഡലി സാമ്പാർ മതി ഏട്ടാ. ശരി, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അല്ല അമ്മയും മക്കളൊക്കെ എന്തി? അവരെല്ലാരും അപ്പുറത്തെ റൂമിലുണ്ട്, അവരെല്ലാം കിടന്ന് ഉറങ്ങുക. അന്ന് നന്ദിനി ഞാനാണെങ്കിലേ വാങ്ങിച്ചിട്ട് വരാം കഴിക്കാനേ. ശരി ഏട്ടാ. അന്നാ നന്ദിനി ഇനി കുഞ്ഞിനെ കൊണ്ട് ബെഡേ കിടത്ത്. ശരി അമ്മേ. കുഞ്ഞുവാവേ, അമ്മ കുഞ്ഞാവ് കരയും നോക്ക്. എടുത്തുമ്പോ നമുക്ക് മുറ്റത്ത് പോയി കളിക്കാവാ. അയ്യോ കരയുണ്ട് മോളെ. വാവോ വാവോ. ഉറങ്ങിയോ? എടുത്തുമ്പി. എന്താ ചേട്ടാ? അപ്പൊ ഒക്കെ വീട് മാറിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞാവെ കാണിക്കായിരുന്നല്ലേ. ശരി, അവരൊക്കെ വീട് മാറിയില്ലെങ്കിൽ എന്താ ചെയ്യാനാ? അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ കുഞ്ഞാവെ കാണിക്കായിരുന്നു. അമ്മയും കുഞ്ഞാവെ എന്ത് ചെയ്യാൻ നോക്കിട്ട് വരാം വാടി. കുഞ്ഞാവെ അമ്മ നല്ല ഉറക്കമാണല്ലോ. നമുക്ക് പോടി തുമ്പി, അവരെ ശല്യം ചെയ്യണ്ട. ഇന്ന് ഈ വീട്ടിലെ ഐറ്റംസ് മോഷ്ടിക്കാം. വീടിന്റെ അകത്ത് അങ്ങനെ കയറി ഈ വീട്ടിലെ മൊത്തം സാധനം ഞാൻ വാരി കൂട്ടിക്കൊണ്ട് പോകും. എന്നിട്ട് ഞാൻ വലിയൊരു പണക്കാരനാവാൻ പോവാ. ഇനി ഇവിടെ എന്താ മോഷ്ടിക്കാൻ ഇരിക്കുന്നത്? എന്റെ അമ്മേതേ നല്ലൊരു TV. അത് ഈ TV വർക്കാവുന്നുണ്ടോ നോക്കട്ടെ. ഒരു കാശിന് കൊള്ളാത്ത TV വർക്കിംഗ് ഒന്നും ആവുന്നില്ല. TV വെറുതെ ഞാൻ ആശിച്ചു പോയി. അപ്പുറത്ത് ഞാൻ ഒരു TV റൂം ഉണ്ടായിരുന്നല്ലോ. നന്ദിനെ കിടക്കുന്ന റൂമിലെ ഫാൻ നിന്ന് പോയി. അത് അഴിക്കണ സ്ക്രൂ ഡ്രൈവർ കാണുന്നുമില്ല. ഞാൻ മുറ്റത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മുറ്റത്ത് പോയി എടുക്കാം. ഇയാൾ എന്നെ കണ്ടില്ലേ? കാണാത്ത ഏതോ ഭാഗ്യം. ഈ സോഫയുടെ അടി കയറി ഒളിച്ചിരിക്കാം. എന്തൊരു കഷ്ടം. അവിടെ സ്ക്രൂ ഡ്രൈവർ തപ്പിട്ട് അവിടെ ഇല്ല. അകത്ത് തന്നെ ഉണ്ടല്ലോ. എന്നാലും ഞാൻ മുറ്റത്ത് പോയി തപ്പിയേ. ഇനി ഈ വീട്ടിൽ നിന്ന് രക്ഷ കെട്ടാലും പറ്റത്തില്ല. അയാൾ ഇവിടെ ചുറ്റി കറങ്ങി കിടക്കുക. അയാൾ എന്തോ ഒരു സാധനം പറഞ്ഞു. ആ സാധനം തപ്പിക്കൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആകാം. അങ്ങനെ വീടിന്റെ പുറത്തിറങ്ങി. എന്റെ അമ്മച്ചി ഇതൊന്നൊരു വലിയ തവള. എന്റെ ജീവിതത്തിലായിട്ട് ഇത്ര വലിയ തവളെ കാണുന്നു ഞാൻ. എന്റെ അമ്മ ഈ തവള എങ്ങനെ ഇത്ര വലുതായി? ഇത് വലുതായി വരുവാൻ തോന്നുന്നല്ലോ. എന്റെ അമ്മ ഈ തവള എന്നെ എത്ര ആയല്ലോ. ഈ തവള എന്നെ ലക്ഷ്യം വെച്ച് വരുവാണല്ലോ. അയ്യോ നാട്ടുകാരെ ഓടി പറഞ്ഞേ, എന്നെ വലിയ തവള വരുന്നേ. അയ്യോ അയ്യോ അയ്യോ. ഇതെന്തൊരു കഷ്ടം. ഞാൻ എത്ര നേരമായിട്ട് ബസ്സും കാത്തു. ബസ് ഇന്നെങ്കിലും വരുവാവോ? അതവിടെ തവളയുടെ സൗണ്ട്. എന്റെ അമ്മ ഇതൊന്നും വലിയ തവളയാ. അയ്യോ എന്റെ അമ്മ ഇതൊന്നും വലിയ തവളയാ. എന്തോ ഇത്? അയ്യോ എന്നെക്കാളും വലിയ തവളയായല്ലോ ഇത്. അയ്യോ തവള എന്നെ തിന്നുന്നേ. അയ്യോ നാട്ടുകാരെ ഓടി വരണേ. ഇപ്പൊ ഞാൻ രണ്ടുപേരെ തിന്ന്. ഇതേപോലെ ഈ നാട്ടിലുള്ള എല്ലാരും ഞാൻ തിന്നും. ഞാൻ ഏതോ ഒരു കാട്ടിലെത്തിയല്ലോ. ദേ വലിയൊരു തവള. ഈ തവളെ പിടിച്ച് തിന്നാൻ പോരാ. അപ്പൊ എന്റെ വയറ് നിറഞ്ഞോളും. ഇതെന്തുവാ? മുമ്പ് ചെറിയ തവളയല്ലായിരുന്നു, ഇപ്പൊ വലിയ തവളയല്ലോ. എന്തായാലും നല്ലത്, എനിക്ക് അത്രയും വയറും നിറയുമല്ലോ. പിന്നെ പ്രേതത്തിനല്ലേ തവള തിന്നുന്നത്. അയ്യോ തവള എന്നെ വിട. അയ്യോ തവള എന്നെ വിട്. നീ എന്നെ വെല്ലു വിളിച്ചല്ലേ, നിനക്ക് ഞാൻ ശരിയാക്കി തരാം. അയ്യോ തവള എന്നെ വിട. അയ്യോ എന്നെ തിന്നല്ലേ തവളെ. അയ്യോ എന്റെ വയറ് നിറഞ്ഞേ. ഇനി 2 ദിവസത്തെ കാര്യം തിന്നണ്ടല്ലോ. A few moments later. രാവിലെ ആയോ? അമ്മയും കുഞ്ഞാവ് എന്ത് ചെയ്യാൻ നോക്കിട്ട് വരാം. അമ്മയും കുഞ്ഞാവ് ഉറക്കമാണല്ലോ. അമ്മ എഴുന്നേറ്റോ? അല്ല അമ്മ അച്ഛനെന്തേ? അച്ഛനാണെങ്കിൽ രാവിലെ 7 മണിക്ക് ജോലിക്ക് പോയി. അമ്മൂമ്മക്ക് ഉണ്ടായിരുന്നോ? അമ്മൂമ്മ ചിലപ്പോ അടുക്കള കാണും. അല്ല മക്കളെ തുമ്പി എഴുന്നേറ്റോ? ഇല്ലമ്മ അവൾ എഴുന്നേറ്റില്ല, അവൾ ഉറങ്ങുക. പറഞ്ഞല്ലോ അമ്മ, ഇന്ന് ഞാനാണെങ്കിൽ രാവിലെ TV കണ്ടപ്പോൾ വാർത്തക്കത്ത് വലിയ തവള ഇറങ്ങുന്നുണ്ട്. വലിയ തവളയോ? അതെ അമ്മേ, നാട്ടില് വലിയ തവള എന്നാണ്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. 2-3 ആൾക്കാരെ പിടിച്ചു തിന്നെന്ന് പറഞ്ഞത്. ആൾക്കാരെ പിടിച്ചു തിന്നോ?
ആ അത് ഞാൻ വാർത്തക്കത്തുണ്ടായിരുന്നു രാവിലെ. അയ്യോ ഇന്ന് നമ്മുടെ വീട്ടിലോട്ട് തന്നെ വരും അത്. ആർക്കറിയാം, കഥവും ജനാലും എല്ലാം അടച്ചു പൂട്ടിയിട്ടാണ്. പോലീസുകാരൊന്നും പിടിക്കാൻ നോക്കിയില്ല അതിനെ. പോലീസുകാർക്ക് പിടിക്കാൻ വരുമ്പോൾ ഒരു പോലീസുകാരനെ പിടിച്ചു നിന്നത്, ബാക്കിയുള്ള പോലീസുകാരെല്ലാം പേടിച്ച് ഓടി. അങ്ങനെ പട്ടാളക്കാർക്ക് അതിന് പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് വാർത്തക്കകത്ത്. ഒരു മനുഷ്യന് എത്ര ഉണ്ട് ആ തവള? എന്റെ ഭഗവാന്, മനുഷ്യന് എത്ര ഉണ്ട് തവള? ഇനി അത് അന്യഗ്രഹ ജീവി തവളയാണോ? അതെന്താ തവളയെന്ന് ആർക്കും അറിയത്തില്ല. എനിക്ക് പേടി വന്നിട്ട് വയ്യ. മക്കൾ എന്നെ മുറ്റത്ത് കളിക്കാനൊന്നും ഇറങ്ങണ്ട കേട്ടോ. ആ ശരി അമ്മേ. എന്തൊക്കെയാണെങ്കിലും മനുഷ്യന്റെ എത്ര ഒരു തവള എന്തോ നിഗൂഢമായിട്ട് നടക്കുന്നുണ്ട്. ആ ശരി, എന്തോ നിഗൂഢതയുണ്ട് ഇതില്. എനിക്ക് വന്നത് റിയൽ തവള എന്നല്ലെന്ന് തോന്നുന്നു, പ്രേതത്തവള എന്താണെന്ന് തോന്നുന്നു. ആ എനിക്ക് അതിന് വന്നു, ഇത് തന്നെ പ്രേതത്തവളയാ. എനിക്ക് അതിൽ ആലോചിച്ച് തന്നെ പേടി വന്നിട്ട് വയ്യ. അമ്മയെ കുഞ്ഞാവയൊക്കെ നോക്കണം കേട്ടോ. ആ ശരി മക്കളെ. അന്ന് അമ്മ തുമ്പി ഉണങ്ങാൻ നോക്കിട്ട് വട്ടെ. ആ ശരി. ഓ ഇവള് കിടന്ന് ഉറങ്ങുവാണോ? തുമ്പി തുമ്പി എഴുന്നേക്കടി. എന്താ ചേട്ടാ എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചേ? നീ അങ്ങനെ ഇപ്പൊ കിടന്ന് ഉറങ്ങണ്ടേ തുമ്പി, എഴുന്നേറ്റാടി മര്യാദക്ക്. ചേട്ടാ എനിക്ക് കുറച്ചേരം കിടന്ന് ഉറങ്ങണം, ചേട്ടൻ അങ്ങോട്ട് പോകുന്നു. നീ പോ, ഞാനിനി കിടന്ന് ഉറങ്ങട്ടെ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ചേട്ടാ, മര്യാദക്ക് പോകാൻ പറഞ്ഞ കേട്ടോണം. പോയില്ലോ നീ എന്ത് ചെയ്യൂടി? മിക്കാറി ചേട്ടൻ എന്റെ ഇട്ട് തല്ലത് കിട്ടും കേട്ടോ ഇന്ന്. ആ നീ എന്നെ തല്ലാൻ പാടില്ല, എനിക്ക് ഞാൻ ശരിയാക്കി തരാം. ഓ സമാധാനമായി പോയി, ഇനി പല്ലിയാക്കട്ടെ. ആഹാ നല്ല രസമുണ്ട് ഇങ്ങനെ മുറ്റത്തിറങ്ങി നിൽക്കാൻ. പ്രോക്രോ പ്രോക്രോ. പോക്രോ പ്രോക്രോ, ഇന്നെ ഞാൻ പിടിച്ച് തിന്നാൻ പോവാ കൊച്ചേ. പോക്രോ പ്രോക്രോ. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, അയ്യോ ഓടിക്കോ. പോക്രോ പോക്രോ. ഓ ആ കൊച്ചു പോയി, ഞാനിനി എന്ത് ചെയ്യും? വേറെ ആളെങ്ങനെ തിന്നാൻ പോവാ. പോക്രോ 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 പോക്രോ. അയ്യോ ചേട്ടാ. അയ്യോ എന്താ പറ്റി തുമ്പി കരയുന്നേ? ചേട്ടാ ഞാൻ മുറ്റത്തേക്കുമ്പോ വലിയൊരു തവളെ കണ്ട്, എന്നെക്കാളും വലിപ്പമുള്ള വലിയൊരു തവള. ആ തവള എന്നോട് പറഞ്ഞു കൊച്ചെ നിന്നെ തിന്നാൻ പോവാന്ന്. എനിക്ക് പേടിയായിരുന്നു ചേട്ടാ. എടുത്തുമ്പോ നീ ന്യൂസ് അപ്പൊ കണ്ടില്ലേ? വാർത്തക്കത്ത് മൊത്തം ഈ വലിയൊരു തവള ഇറങ്ങിയിട്ടുണ്ടോ നാട്ടില്, 2-3 പേരെ പിടിച്ചു നിന്നെന്ന് പറഞ്ഞത്. നിന്നോട് ഞാൻ ഈ കാര്യം പറയാനും മറന്നുപോയി. അയ്യോ ചേട്ടാ എനിക്ക് പേടി വന്നിട്ട് വയ്യാൻ ആലോചിച്ചിട്ട്. നീ ഇപ്പൊ മുറ്റത്ത് ഇറങ്ങിയപ്പോഴും അതിനെ കണ്ടിട്ട് അകത്ത് കയറണ്ട, അല്ലെങ്കിൽ നീ രക്ഷപ്പെടത്തില്ല. അത് നിന്നെ ഉറപ്പായിട്ട് പിടിച്ചു നിന്നാനെ. വായം കണ്ടു നീ. പോക്രോ പോക്രോ. ഈ നാട്ടിലുള്ള എല്ലാരും ഞാൻ പിടിച്ചു തിന്നും. എന്നിട്ട് അടുത്ത നാട്ടിലോട്ട് അവരെല്ലാരും പിടിച്ചു തിന്നു. അങ്ങനെ എന്റെ വയറ് നിറക്കി ഞാൻ. പോക്രോ 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 പോക്രോ. ഈ നാട്ടിലുള്ള എല്ലാരും ഞാൻ പിടിച്ചു തിന്നും. പോക്രോ പോക്രോ. ഈ നാട്ടിലുള്ള എല്ലാരും ഞാൻ പിടിച്ചു തിന്നും. പോക്രോ 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 പോക്രോ. അയ്യോ എന്നമ്മേ വലിയ തവള ഓടിക്കോ. നീ കൊച്ചെ പെട്ടെന്ന് ഓടി വെച്ചു നീ. പെട്ടെന്ന് വാ ഇങ്ങോട്ട്. ഞാൻ പരിപാടി വെച്ചു, നീ ഓടിക്കോ, ഞാൻ പറയുന്നതല്ല. പോക്രോ പോക്രോ